السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه أجمعين أما بعد. അഭിവന്ദരെ, പ്രിയപ്പെട്ടവരെ, മനുഷ്യബുദ്ധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം കീഴടക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ പ്രപഞ്ചനാഥനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് നൽകിയ അപാരമായ അനുഗ്രഹമാണ് വിശേഷ ബുദ്ധി. അള്ളാഹു നൽകിയ വിജ്ഞാനത്തിന്റെ ചില്ലകളിൽ നിന്നും മനുഷ്യൻ പണിതെടുത്ത ഏറ്റവും വലിയ വിസ്മയമാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യ മസ്തിഷ്കത്തിലെ ചിന്താപ്രവാഹങ്ങളെ ആവഹിച്ച ഈ ഡിജിറ്റൽ വിസ്മയം ഇന്ന് നമ്മുടെ ഉമ്മറ പടിയും കടന്ന് അകത്തളത്തിൽ എത്തി നിൽക്കുകയാണ്. പേശിബലത്തിന്റെ കാലം കഴിഞ്ഞ് ഇന്ന് നാം ബുദ്ധിബലത്തിന്റെ അത്യുഗ്രമായ ഒരു സ്ഫോടനത്തിനു സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണോ അതോ പരീക്ഷണമാണോ? ലോകമത്രമേൽ സാങ്കേതിക തികവിന്റെ സഞ്ചാരമണ്ഡലങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നിരിക്കുകയാണ്. മനുഷ്യനെ അവൻ അറിയാത്തത് അല്ലാഹു പഠിപ്പിച്ചു എന്ന ഖുർആൻ സൂക്തത്തിന്റെ സാക്ഷാത്കാരം എന്നോണം വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ മേഖലകളിലും കൂടുതൽ സാധ്യതകൾ ഉണ്ടായി. ബാങ്കിംഗ്, ആരോഗ്യം, ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ അതീവ ജാഗ്രതയും കൃത്യതയും ആവശ്യമുള്ള മേഖലകളിൽ മനുഷ്യ സഹജമായ പിഴവുകളില്ലാതെ വിശ്രമമില്ലാത്ത സേവനം നൽകിക്കൊണ്ട് അധ്വാനവും സമയവും ലാഭിക്കാനും ആഗോള സമ്പർക്കവും ഭാഷാ സ്വയത്തവും എളുപ്പമാക്കാനും ഈ സാങ്കേതിക വിദ്യ നമ്മെ സഹായിക്കുന്നു. ഖുർആൻ ജ്ഞാനം ആർജിക്കാനും ഇസ്ലാമിക മൂല്യങ്ങളെ ആഴത്തിൽ പഠിക്കാനും സങ്കീർണമായ വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും ഈ നിർമ്മിത ബുദ്ധി മികച്ച ഒരു സഹായിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ടെക്നോളജിയുടെ അതിപ്രസരത്തിലും നിങ്ങൾ അനുഭവിച്ച സുഖാനുഗ്രഹങ്ങളെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന ഖുർആനിക സൂക്തം നാം വിസ്മരിക്കരുത്. അറിവിനേക്കാൾ ഡാറ്റകൾക്ക് പ്രാധാന്യം നൽകുന്ന ആൽഫ ജനറേഷൻ എന്നും ജനറേഷൻ Z എന്നും വിളിക്കപ്പെടുന്ന ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ സത്യവും മിഥ്യയും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോവുകയാണ്. ഇവിടെയാണ് വ്യക്തതയില്ലാത്ത സംസാരം അവൻ കള്ളനാകാൻ മതിയായ തെളിവാണെന്ന പ്രവാചക അധ്യാപനം പ്രസക്തമാവുന്നത്. നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ആശയക്കുഴപ്പമുണ്ടാക്കരുത് എന്ന ഖുർആൻ സൂക്തത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഡീഫേക്കും ഡോക്സിംഗും ഓട്ടോമാറ്റിക് ട്രോളിംഗും ഇന്ന് ഇന്റർനെറ്റ് ലോകത്തെ സംഹാര താണ്ഡവമാടുകയാണ്. AI സഹായത്തോടെ ഒരാളെ വ്യക്തിഹത്യ നടത്താനും സൈബർ ബുള്ളിയിങ്ങിലൂടെ കരിയറും അന്തസ്സും നശിപ്പിക്കാനും ഇന്ന് നിഷ്പ്രയാസം സാധിക്കുന്നു. നിശ്ചയം കാതും കണ്ണും മനസ്സുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ പ്രഖ്യാപനം എന്റേതല്ല, നമ്മുടെ സൃഷ്ടാവിൽ നിന്നുള്ളതാണ്. നിസ്സംശയം മറുപടി പറയാൻ നാം ബാധ്യസ്ഥരാണ്. ടെക്നോളജിയുടെ അമിത സ്വാധീനം ഇന്ന് നമ്മെ ഡിജിറ്റൽ അടിമത്വത്തിലേക്ക് നയിക്കുന്നതോടൊപ്പം തൊഴിൽ മാന്ദ്യം, ഓട്ടോമോണസ് വെപ്പൺസ് എന്ന റോബോട്ടിക് ആയുധങ്ങളും സാങ്കേതിക വിഭജനങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിതിക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുകയാണ്. ഇലൻ മസ്ക് പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് മച്ച് മോർ ഡേഞ്ചറസ് ദാൻ ന്യൂക്സ്. അതെ, ഇത് അന്യായുധങ്ങളെക്കാൾ ഭയാനകമാണ്. സമകാലിക വാർത്താലോകത്ത് നമ്മുടെ ഉറക്കം കെടുത്തുന്ന ചാറ്റ് ബോട്ടുകളുടെ മായാവലയത്തിൽ വീണ് വർദ്ധിച്ചു വരുന്ന കൗമാരക്കാരുടെ ആത്മഹത്യാ പ്രവണതയും ടെസ്ല സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ കാരണമുണ്ടാകുന്ന അപകട മരണങ്ങളും വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ്? ഇനി ലോകം പഠിക്കാൻ പോകുന്നത് മനുഷ്യനോ അതോ അവൻ നിർമ്മിച്ച ടെക്നോളജിയോ? എന്റെ കാഴ്ചപ്പാടിൽ ഇവിടെ സാങ്കേതിക വിദ്യ പാടെ ഉപരോധിക്കലല്ല, വിവേകപൂർവം നിയന്ത്രിക്കലാണ്. തബയ്യുൻ അഥവാ സത്യസന്ധത ഉറപ്പുവരുത്തൽ എന്ന ഖുർആനിക രീതിശാസ്ത്രം ഓരോ നോട്ടിഫിക്കേഷനും നാം സൂക്ഷിക്കണം. 2K കിഡ്സ് എന്ന ഓമന പേരിൽ വളർന്നു വരുന്ന പുതിയ തലമുറക്ക് വൈബിനേക്കാൾ തക്കവയ്ക്കും ഹൃദയബദ്ധങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് നാം വളർത്തിക്കൊണ്ടുവരണം.
ചിട്ടയേക്കാൾ കൃത്യമായ ശീലങ്ങൾ ആർജിച്ചെടുത്തവരാവണം അവർ. AI അതിനൊരു സഹായി മാത്രമാവണം, യജമാനനാവാൻ അനുവദിക്കരുത്. നിർമ്മിത ബുദ്ധിക്ക് വിവേക ബുദ്ധിയോ വികാരങ്ങളോ ആത്മാവോ ഇല്ല എന്ന തിരിച്ചറിവുണ്ടാവണം. മഹാകവി അല്ലാമ ഇഖ്ബാൽ പാടിയതുപോലെ യന്ത്രങ്ങളുടെ തിളക്കം കണ്ട് നിന്റെ ആത്മാവിനെ നീ വഞ്ചിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.